ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. ഞാൻ കമറുന്നീസ. കമറൂസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം കേട്ടോ. ഇപ്പോൾ രാവിലെ എണീറ്റ ഉടൻ തന്നെ നമ്മളെ ഗാർഡനിൽ കൂടെയൊക്കെ ഒന്ന് നടക്കുകയാണ് കേട്ടോ. ഇപ്പോൾ വീട് പണി ആയത് കാരണം ചെടികളൊക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് ആദ്യത്തെ ഭംഗിയൊന്നും ഇല്ല കേട്ടോ. കാരണം നല്ല ഭംഗിയിൽ നമ്മൾ സെറ്റ് ചെയ്തതായിരുന്നു, അതെല്ലാം ഒന്ന് മാറ്റി വേറെ ഭാഗത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വീട് പണി കാരണം അതൊക്കെ ഓരോ ഭാഗത്ത് അങ്ങനെ കൂട്ടമായി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഗാർഡൻ സെറ്റ് ചെയ്യണം. അപ്പോൾ ചെടികളൊന്നും അധികം കളയാതെ തന്നെ നോക്കണം കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് ഫ്രണ്ട്സുകൾക്കൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് കുറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകളൊക്കെ വേര് പിടിച്ച് വന്നിട്ടുണ്ട്, അതും കൂടെ ഒന്ന് ഫ്രീ ആയിട്ട് അടുത്തുള്ളവർക്കൊക്കെ ആവശ്യക്കാർക്കൊക്കെ കൊടുക്കണം ഉദ്ദേശിച്ചിട്ടുണ്ട്. ആരെങ്കിലും കൊണ്ടുപോയി നട്ടാൽ അതിൻ്റെ ഒരു കൂലി നമുക്ക് എന്തായാലും ദൈവം തരും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് തൈകൾ ഫ്രീ ആയിട്ട് കൊടുക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകൾ അതിലൂടെയൊക്കെ നടന്ന് ഞാൻ അകത്ത് കയറിക്കണ്ട. അപ്പം കുറച്ച് ചിക്കൻ കിട്ടിയിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അടിപൊളിയായിട്ടുള്ള കറിയാണ് കേട്ടോ. നമ്മൾ മഴക്കാലത്തൊക്കെ ഇതുപോലുള്ള കറികളൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ നമ്മൾ കുരുമുളക് നന്നായി ഇടണം കേട്ടോ. മുളക് പൊടി കുറച്ച് കുറവാക്കിയതിന് ശേഷം കുരുമുളകും ഇഞ്ചിയൊക്കെ നന്നായി ഇട്ട് നമ്മളെ ചൂടോടുകൂടെ തന്നെ കഴിക്കുകയാണെങ്കിൽ ജലദോഷവും ചുമയൊക്കെ പമ്പ കിടക്കും. നമ്മൾ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കണേക്കാളും നല്ലത് കുരുമുളക് തന്നെ ഇതുപോലെ ചതച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ നല്ലത്. പൊടി വാങ്ങുമ്പോൾ അത്ര ഒരു എരിവൊന്നും തോന്നാറില്ല ചില പൊടികൾക്ക് കേട്ടോ. എല്ലാതും അങ്ങനെ ആയിരിക്കണമെന്നില്ല, എങ്കിലും കുരുമുളക് നമ്മൾ ഇടിച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കുക ഏറ്റവും നല്ലതാണ്. അതൊക്കെ അടുപ്പത്തായതിന് ശേഷം കുറച്ച് ചിക്കൻ പൊരിക്കണുണ്ട് കേട്ടോ. അപ്പോൾ മോളുടെ കുട്ടിയുണ്ട്, അവൻ ചിക്കൻ പൊരിച്ചത് ചെറിയ കുട്ടിയാണല്ലോ, അപ്പോൾ അവന് കൂടുതൽ എരിയില്ലാതെ എരിവൊക്കെ കുറച്ചിട്ട് ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. അങ്ങനെ നമ്മളെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി കുറുമയായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടി നന്നായി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഡീറ്റെയിൽ ആയൊന്നും കാണിക്കണില്ല കേട്ടോ. അതിന് ശേഷം നമ്മൾ കുറച്ച് നാടൻ പയർ ഇട്ടിട്ടുണ്ട്, അതുകൂടെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. അതും ഇതുപോലെ ആവിയിലൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പുതിയ കൂട്ടുകാർ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ല് ഒന്ന് പ്രസ് ചെയ്തോളൂ കേട്ടോ. എൻ്റെ ഓൾ എന്ന ആ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം.